ഗന്ധർവന്മാർ. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു ഗന്ധർവ ലോകം എന്നൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞു. സ്പേസ് വേൾഡ്സ് ആണ്. UFO അതിലൊന്നാണ്. ഇപ്പൊ ട്രംപ് UFOയുടെ ഡീറ്റെയിൽസ് പുറത്തു വിട്ടല്ലോ. പക്ഷെ ഇതിനു മുമ്പേ അമേരിക്കയിലെ UFO സംബന്ധിച്ച് ഗവേഷണം നടക്കുകയും, കാരണം ഇത് UFO പ്രത്യക്ഷപ്പെട്ട് വളരെ ഫാസ്റ്റായിട്ട് അപ്രത്യക്ഷപ്പെടുന്ന വെഹിക്കിൾസ് ആണ്. ITC ഗവേഷണത്തിൽ സെങ്കോവിസ്കിയുടെ ITC ഗവേഷണത്തിൽ UFOയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ ഒരു ട്രയാങ്കുലർ ഫേസ്, വലിയ 2 കണ്ണ് കണ്ടാൽ നമുക്ക് പേടിച്ചു. അത്തരത്തിൽ വേറൊരു ലോകമാണ്, സമാന്തര ലോകമാണ്. സമാന്തര ലോകവും സ്പേസ് ലോകവും അങ്ങനെ ആയിരിക്കാം, അകലെയുള്ള ലോകമാണ് ഈ പറയുന്ന കിന്നര ലോകം, ഗന്ധർവ ലോകം, പല ലോകം. അത്തരത്തിലായിരിക്കണം ഈ പറയുന്ന ഗന്ധർവനോ കിന്നരനോ. അവരൊക്കെ നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസാണ്, പക്ഷെ അവർ ഇൻ്റലിജൻ്റാണ്. അതേസമയം അവർക്ക് ഭൗതികമായിട്ട് മാറാനും സാധിക്കും. അവരെന്തിനാണ് നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ പരമ്പരകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരിക്കാം ആഗ്രഹം. അതിലൊരു റൊമാൻറ്റിക് സെക്ഷൽ സൈഡും കൂടെ ഉണ്ട്. റൊമാൻറ്റിക് ആൻഡ് സെക്ഷൽ സൈഡും. നമ്മള് പണ്ട് കഥകളിലും അതുപോലെ തന്നെ തമാശയായിട്ടും സിനിമകളിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് ഗന്ധർവന്മാർ. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു ഗന്ധർവ ലോകം എന്നൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫില് സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ ജീവിതത്തില് ഗന്ധർവന്മാർ ഇന്റർഫിയർ ചെയ്യാറുണ്ടോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഗന്ധർവന്മാർ ഇൻ്റർഫിയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അത് അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ളവർ പറഞ്ഞാൽ നമ്മൾ അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു പക്ഷേ എങ്കിലും ഊഹിച്ചെടുക്കാനൊക്കെ. പക്ഷെ ഗന്ധർവ ലോകത്തെക്കുറിച്ച് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഞാനിരിക്കുന്ന സ്റ്റേറ്റ് അതാണ്. അത് അപ്പോൾ ഞാൻ ഏണറ്റ് സെങ്കോവിസ്കിയുടെ ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻസ് ITC എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ഒറിജിനലായിട്ട് ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. 1995 എഴുതിയ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് 95 മുമ്പേ ഇതിൻ്റെ ഒറിജിനൽ പുസ്തകമുണ്ട്. 1987 ആയിരിക്കാം. 95 ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം വന്നു. ഇതിന് 29,000 രൂപ 30,000 രൂപ വിലയുള്ളൊരു പുസ്തകമാണ്. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 550 പേജുണ്ട്. അത് ഫോണ്ട് 10 ടൈപ്പ് ചെയ്തതാണ്. ഇത്രയും പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആധികാരികതയെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടേ. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. എനിക്ക് ഉദ്ദേശം 1 വർഷം എടുത്തു എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. കാരണം അത് അന്യലോകങ്ങളുമായിട്ടുള്ള സമ്പർക്കമാണ്. ഇത് ടേപ്പ് റെക്കോർഡർ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ, ഇങ്ങനെയുള്ള റേഡിയോ, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഏണസ്റ്റ് സെങ്കോവിസ്കി അദ്ദേഹം ഒരു ഫിസിസിസ്റ്റാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ യുനെസ്കോയുടെ ഫിസിസിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റു പല ആത്മീയമായ കാര്യങ്ങളിലും പരീക്ഷണങ്ങൾ നടത്തുകയും ഒബ്സർവ് ചെയ്യാനും അസസ് ചെയ്യാനും പോയിട്ടുള്ള പരിണിതപ്രജ്ഞനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പിന്നീട് പാരാസൈക്കോളജിസ്റ്റായിട്ട് മാറുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അന്യലോകങ്ങളെക്കുറിച്ച്, അതർ ഡയമെൻഷൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്. അതിൽ ഗന്ധർവലോകം എന്ന് നമ്മൾ ഇവിടെ പറയപ്പെടുന്നതിന് സമാനമായ എൻറ്റിറ്റീസ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ജീവന്മാർ, ബുദ്ധിയുള്ള ജീവന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കിന്നര ലോകം എന്ന് നമ്മൾ പറയാറുണ്ട്. കിന്നരന്മാർ, അതും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പുരാണത്തിലൊക്കെ എഴുതിയിട്ടുള്ളതായിരിക്കാം, ഭാഗവതത്തിലായിരിക്കാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ ലോകങ്ങളുണ്ട്. അതാണ് മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് ദ ഇൻഫൈനൈറ്റ് സ്പിരിറ്റ് വേൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് അനന്തതയിലുള്ള അപാരമായ അനേകം ലോകങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനത് കൊണ്ടുവരാം. അതിനെക്കുറിച്ച് നമ്മൾ ആരും അധികം അതിശയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗാർഡനിലെ ഒരു ബക്കറ്റ് മണ്ണെടുത്തിട്ട് നമ്മളത് മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ വെച്ച് വെള്ളത്തിൽ ഒഴിച്ച് സ്ലൈഡുകൾ ഉണ്ടാക്കി ഒന്ന് പരിശോധിച്ച് നോക്കി. ലക്ഷോപലക്ഷം മൈക്രോബ്സല്ലേ അതിനകത്തുള്ളത്. നമ്മൾ വനാന്തരങ്ങളിൽ പോയാലോ എന്തുമാത്രം തരത്തിലുള്ള ചെടികളും പുഷ്പങ്ങളും ജീവികളും എല്ലാം കിടക്കുന്നു. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങളാണ്. ആകാശത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം തരത്തിലുള്ള നക്ഷത്രങ്ങൾ, നക്ഷത്ര വ്യൂഹങ്ങൾ, പ്ലാനറ്റ്സ്, ഉൽക്കകൾ,
മുഴുവൻ കിടക്കുകയല്ലേ ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ ഈ പ്രപഞ്ചത്തിനപ്പുറം മറ്റ് പ്രപഞ്ചങ്ങളുണ്ട്. മറ്റു രീതിയിൽ ഈ ഇൻഫൈനൈറ്റ് വേൾഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇതുവഴി. അപ്പൊ ഈ പറഞ്ഞ കിന്നര ലോകം എന്ന് പറഞ്ഞ ലോകം ഇതിന് പാരലൽ ആയിട്ടാണ് സർപ്പലോകം. ഇതൊക്കെ ചിലത് സമാന്തര ലോകങ്ങളാണ്, ചിലത് സ്പേസ് വേൾഡ്സ് ആണ്. UFO അതിലൊന്നാണ്, അൺഐഡന്റിഫൈ. ഇപ്പൊ ട്രംപ് UFOയുടെ ഡീറ്റെയിൽസ് പുറത്തു വിട്ടല്ലോ. പക്ഷെ ഇതിനു മുമ്പേ അമേരിക്കയിൽ UFO സംബന്ധിച്ച് ഗവേഷണം നടക്കുകയും സമഗ്രമായ പഠനം നടക്കുകയും ചെയ്തിട്ട് അവസാനം അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സത്യമായ പ്രതിഭാസമാണ്. കാരണം ഇത് UFO പ്രത്യക്ഷപ്പെട്ട് വളരെ ഫാസ്റ്റായിട്ട് അപ്രത്യക്ഷപ്പെടുന്ന വെഹിക്കിൾസാണിത്. UFOയിൽ നിന്ന് വരുന്ന ക്രീച്ചേഴ്സ് അവർ അനുഭവങ്ങളിൽ കൂടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കോൾ പരീക്ഷണത്തിലും മറ്റ് പല പരീക്ഷണത്തിലും ഈ UFOയുടെ ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ട്. ITC ഗവേഷണത്തിൽ സെങ്കോവിസ്കിയുടെ ITC ഗവേഷണത്തിൽ UFOയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ ഒരു ട്രയാങ്കുലർ ഫേസ്, വലിയ 2 കണ്ണ് കണ്ടാൽ നമുക്ക് പേടിച്ചു പോകും. അത്തരത്തിൽ വേറൊരു ലോകമാണ്, സമാന്തര ലോകമാണ്. സമാന്തര ലോകവും സ്പേസ് ലോകവും അങ്ങനെ ആയിരിക്കും, അകലെയുള്ള ലോകമാണ് ഈ പറയുന്ന കിന്നര ലോകം, ഗന്ധർവ ലോകം, പല ലോകം. പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട അന്യലോകങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അതിലൊന്നാണ് സർപ്പങ്ങൾ. ഇപ്പം ശ്രീഎമ്മിൻ്റെ തിരുവനന്തപുരംകാരനായ ശ്രീഎമ്മിൻ്റെ വിവരണത്തിൽ പറയുന്നുണ്ട്, ഒരു സർപ്പസദൃശമായ ഹാഫ് ഹ്യൂമൻ ഹാഫ് സ്നേക്ക് ലൈക്ക് ബോഡിയുള്ള ഒരു എൻറ്റിറ്റിയുമായിട്ട് ശ്രീഎം ബന്ധപ്പെടുകയുണ്ടായി ഹിമാലയത്തിൽ വെച്ച്. ശ്രീഎമ്മിന് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങ് അപൂർവം ചിലർക്കാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ബന്ധപ്പെടുകയും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് ശ്രീഎമ്മിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ഷോർട്ടായിട്ടൊന്ന് വായിച്ചു പോയിട്ടുള്ളതേ ഉള്ളൂ. ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പലയിടത്തും ഗന്ധർവന്മാരെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, ഗന്ധർവ ക്ഷേത്രങ്ങളുണ്ട്. ചില സിനിമകൾ ഗന്ധർവനെ കുറിച്ചിട്ടുള്ള അപ്പം അവർ ഇവിടുത്തെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം അങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നത്. ഗന്ധർവനെ വരിച്ചെന്നും ഗന്ധർവൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് യക്ഷികളും, മനസ്സിലായില്ലേ? പക്ഷേ യക്ഷികളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ചോര കുടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കൊരു മറുപടിയുമില്ല. പക്ഷെ മറ്റു ലോകങ്ങളുണ്ടെന്നും അവിടുത്തെ എൻറ്റിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതും ഇതിനും ഉപോത്ബലകമായ തെളിവുകൾ പലതും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാനാണെങ്കിൽ വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, ഇങ്ങനെയുള്ള ലോകങ്ങൾ സാധ്യതയുണ്ട്. അവർക്ക് അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് ഭൂമിയുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഈ വലിയൊരു തിയറിയുണ്ട്, നമ്മുടെ ജനറ്റിക് ചേഞ്ചസിന് വേണ്ടിയിട്ട് സർപ്പലോകത്തു നിന്ന് വന്ന എൻറ്റിറ്റീസാണ് നമ്മുടെ മനുഷ്യരുമായിട്ട് ഇടപെട്ട് നമുക്ക് പരിണാമത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് എന്ന് പറഞ്ഞൊരു തിയറിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മൃഗവും മനുഷ്യനും കൂടിയിട്ടുള്ള ഒരു അതിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഹ്യൂമനോയിഡ്സിൻ്റെ ഒന്നും അസ്ഥികൂടങ്ങളൊന്നും എക്സ്കവേറ്റ് ചെയ്തിട്ട് കിട്ടിയുള്ള തെളിവുകൾ ഞാൻ എൻ്റെ കയ്യിലില്ല. ബയോളജിസ്റ്റിനോട് ചോദിക്കണം അതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഗന്ധർവന്മാരാണെങ്കിലും യക്ഷികളാണെങ്കിലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആത്മാക്കളല്ല, അത് എൻറ്റയർലി ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണെന്നാണ്. അതെ, അമാനുഷ്യരായിട്ടുള്ളവരുണ്ട് ഇതിനകത്ത്. അതായത് മനുഷ്യ സത്തയല്ല. അതിനെക്കുറിച്ച് ഞാൻ കണക്ട് ചെയ്ത് പറയാം. ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ബുദ്ധി, പ്രവർത്തിക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായാൽ മതിയല്ലോ. അത് മനുഷ്യന് മാത്രമല്ലല്ലോ, മൃഗങ്ങൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ചെടികൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഈ അമാനുഷ്യരായിട്ടുള്ള അന്യലോകങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് ഇപ്പം നമുക്കറിയാം UFO ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് അന്യലോകം സ്പേസ് വേൾഡിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതാണ്. അവരുടെ സ്പീഡൊക്കെ നമുക്കറിയില്ല. അവർ സബ്റ്റിൽ വേൾഡിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്, ഫിസിക്കൽ വേൾഡിൽ കൂടിയല്ല. എന്നിട്ട് പെട്ടെന്ന് ഫിസിക്കൽ വേൾഡിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഈ ഒരു വിവരണം നമുക്ക് തരാനൊക്കെ ഉള്ളൂ. അല്ലാതെ എങ്ങനെയാണ് ഒരു UFO പെട്ടെന്ന് പറന്നു പോകുന്നു, പെട്ടെന്ന് ഡിസപ്പിയർ ആകുന്നു. അപ്പോൾ അത്തരത്തിലായിരിക്കണം ഈ പറയുന്ന ഗന്ധർവനോ കിന്നരനോ ഒക്കെ. അവരൊക്കെ നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസാണ്, പക്ഷെ അവർ ഇൻ്റലിജൻ്റാണ്. അതേസമയം അവർക്ക് ഭൗതികമായിട്ട് മാറാനും സാധിക്കും. അപ്പം അങ്ങനെയുള്ള സുന്ദരന്മാരായ ഗാനങ്ങൾ പാടുന്ന, ചെവിയിൽ സ്വകാര്യം പറയുന്ന, ഇല്ലേ, ചെവിയിൽ സ്വകാര്യം പറയുന്ന എൻറ്റിറ്റീസിനെ ധാരാളം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന വഴി. അത് മനുഷ്യ ശബ്ദങ്ങളായിരുന്നു.
അമാനുഷരായിട്ടുള്ളത് ആദ്യം നമുക്കിതിനെക്കുറിച്ചൊരു അറിവ് കിട്ടുന്നത് അപൗരസേയ ആണ് വേദം ഉപദേശിച്ചു കൊടുത്തതെന്നും പറഞ്ഞ് ഹൈന്ദവ പുരാണങ്ങൾ, ഹൈന്ദവ ഭാരതീയ അറിവുകളിൽ, ജ്ഞാന അറിവുകളിൽ പറയുന്നുണ്ട്. അതായത് വേദം മുഴുവൻ ഉപദേശിച്ചു കൊടുത്ത് അപൗരസേയ എന്ന് പറയുന്ന ഒരാൾ വേദവ്യാസൻ വഴിയാണല്ലോ ഈ വന്നിരിക്കുന്നത്. അത് ഏണസ്റ്റ് സെൻകോവസ്കിയുടെ ITC ഗവേഷണത്തിൽ കൂടി അമാനുഷ സത്തകൾ 12 പേരാണ് ഏണസ്റ്റ് സെൻകോവസ്കിക്ക് വെളിപ്പെട്ടു വന്നത്. ഇത് മുഴുവൻ ഇൻസ്ട്രുമെന്റ് വഴിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ റെക്കോർഡഡ് വോയിസുമാണ്. ഇതിനൊക്കെ രേഖകളുണ്ട്. ജർമ്മനിയിൽ പോകണം എന്നുള്ളതേ ഉള്ളൂ. ആപ്ലിക്കേഷൻ കൂടി ഒരു കിട്ടുമായിരിക്കും നമുക്ക് പരിശോധനയ്ക്കായിട്ട്. പിന്നെ കോർഡോസോ എന്നും പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു പോർച്ചുഗീസ് ഡിപ്ലോമാറ്റാണ്. അവരും ഇക്കാര്യത്തിൽ ഗവേഷണം നടത്തി. സാറ വിൽസൺ SF ഇവരാണ് ഈ ഗന്ധർവലോകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ളത്. UFOയെക്കുറിച്ച് അവർ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഈ പുതിയ പുസ്തകത്തിൽ വരുന്നുണ്ട്. മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് ദ പ്ലേ ഓഫ് കോൺഷ്യസ്നെസ്, മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് ദ ഇൻഫൈനൈറ്റ് വേൾഡ് എന്നുള്ളതാണ് അടുത്ത പുസ്തകം. അതിൻ്റെ മലയാളവും ഞാൻ എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചൈതന്യത്തിൻ്റെ കേളികൾ, സ്പിരിറ്റ് ലോകത്തിലെ സ്പിരിറ്റ് ലോകങ്ങൾ, അനന്തമായ സ്പിരിറ്റ് ലോകങ്ങൾ എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. അതിലൊന്നാണ് ഈ പർട്ടിക്കുലർ ഗന്ധർവ ലോകം. അവരെന്തിനാണ് നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ പരമ്പരകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരിക്കാം ആഗ്രഹം. അതിലൊരു റൊമാൻറ്റിക് സെക്ഷൽ സൈഡും കൂടെ ഉണ്ട്. റൊമാൻറ്റിക് ആൻഡ് സെക്ച്വൽ സൈഡുണ്ട്.